ഹായ് ഫ്രണ്ട്സ്, നമ്മൾ അസർബൈജാനിൽ എത്തിയിരിക്കുക കേട്ടോ. ഇത് അസർബൈജാന്റെ ക്യാപിറ്റലായ ബാക്കുലെ എയർപോർട്ടാണ്. ഹൈദർ അലീവ് എയർപോർട്ട് എന്നാണ് ഇതിന്റെ പേര്. ഫ്രണ്ട്സ്, ഇതാണ് ബാക്കുലുള്ള പ്രശസ്തമായ നിസാമി സ്ട്രീറ്റ് ആണ് കേട്ടോ. ഇവിടെ പലതരം ഇവരുടെ സംസ്കാരം കാണാൻ ഭയങ്കര രസം കേട്ടോ. ഈ ബിൽഡിങ്സിന്റെ ആർക്കിടെക്ചർ ഉണ്ട്, യൂറോപ്യൻ സ്റ്റൈലിലുള്ള ആർക്കിടെക്ചർ ആണിത്. നമ്മളിപ്പോ ഈ നിസാമി സ്ട്രീറ്റ് കൂടി നടക്കുക കേട്ടോ. ഈ സൈഡിലൊക്കെ ഈ ബിൽഡിങ്സ് മുഴുവൻ ഷോപ്സ് ആണ് കേട്ടോ. ഇടയ്ക്കിടയ്ക്ക് സീറ്റ് ഇതുപോലെ നമ്മുടെ നാട്ടിലെ പോലെ എല്ലാ ഹലുവയൊക്കെ പോലെ തോന്നും കേട്ടോ. അങ്ങനത്തെ ഒക്കെ ഐറ്റംസ് വിൽക്കുന്ന ഷോപ്സ് ഇഷ്ടം പോലെ, ബേക്കറി പോലത്തെ ഷോപ്സ് ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ. ഇതൊക്കെയാണ് ഇവിടുത്തെ സീറ്റ് ഐറ്റംസ്. ഹലുവ പോലെ ഇരിക്കുന്നുണ്ട് കേട്ടോ. പിന്നെ വേറെയും ഐറ്റംസ് ഉണ്ട്. ഈ അസർബൈജാനിലെ ഭാഷ എന്ന് പറയുന്നത് അസർബൈജാനിയാണ് കേട്ടോ. ഇവിടുത്തെ ഈ ഹോട്ടൽസ് ഒക്കെ കാണാൻ ഭയങ്കര രസമാണ്. നമ്മളിപ്പോ ലഞ്ച് കഴിക്കാനായിട്ട് ഇതൊരു റെസ്റ്റോറന്റ് കയറുകയാണ്. ഡിഷസ് കേട്ടോ, പ്രത്യേക ഡിഷസ് ആണ്. എന്തായാലും നന്നായിട്ടുണ്ട്, നല്ല ഭംഗിയുണ്ടല്ലേ, നല്ല കാണാൻ നല്ല രസമാണ് കേട്ടോ. ഇവിടുത്തെ ഡിഷസ് ഒക്കെ ഇവര് ഡെക്കറേറ്റ് ചെയ്ത് 1991 ഈ സോവിയറ്റ് യൂണിയനിലെ രാജ്യങ്ങൾ റഷ്യ ആയിട്ടുള്ള അഭിപ്രായ വ്യത്യാസം, റഷ്യയുടെ ഒരു മേൽക്കോയ്മ കാരണം കൊണ്ട് പിരിഞ്ഞാണ്. അപ്പൊ ഇത് ശരിക്കും പറഞ്ഞാൽ ഇത് യൂറോപ്പിലും ഏഷ്യയിലുമായിട്ടാണ് ഈ രാജ്യം കിടക്കുന്നത് കേട്ടോ. യൂറേഷ്യ എന്നാണ് ആ പ്രദേശത്തിന്റെ പേര്. യൂറേഷ്യയിലാണ് കിടക്കുന്നത്. അതായത് യൂറോപ്പിന്റെ കിഴക്ക് ഭാഗവും ഏഷ്യയുടെ പടിഞ്ഞാറ് ഭാഗവും, അത് ഈസ്റ്റ് യൂറോപ്പും വെസ്റ്റ് ഏഷ്യയും കൂടിയാണ്. കൂടുതലും യൂറോപ്പിലാണ് കിടക്കുന്നത്. അപ്പൊ ആ ഭാഗത്തിന് യൂറേഷ്യ എന്നാണ് പറയുന്നത്. റഷ്യക്കാരുടെ ഒരു ലുക്കാട്ടെ ഇവർക്ക്, നല്ല ഭംഗിയായിട്ട് ഇവരെല്ലാവരും അങ്ങനെയാണ്. റഷ്യക്കാരെയാണ് ഏറ്റവും സൗന്ദര്യമുള്ളവരായിട്ട് പറയുന്നത്. ആ ഒരു ലുക്ക് തന്നെയാണ് അസർബൈജാനിലെ ആളുകൾക്കും ഉള്ളത്. സൗന്ദര്യമുള്ള ആൾക്കാരാട്ടാ. അസർബൈജാൻ എന്ന് പറഞ്ഞൊരു മുസ്ലിം രാജ്യമാണ്. മുസ്ലിങ്ങളിൽ തന്നെ നമുക്കറിയാം ഷിയ സുന്നി വിഭാഗം ഉണ്ട്. അതിൽ ഇവിടെ സുന്നി വിഭാഗം ആട്ടോ മെജോറിറ്റി, കൂടുതൽ ആൾക്കാരുള്ളത്. ഈ ഷിയ വളരെ കുറവേ ഉള്ളൂ, ഷിയ വിഭാഗക്കാര്. ഇവിടുത്തെ ലോക്കൽ ഗൈഡ് പറഞ്ഞിരുന്നു കേട്ടോ, ഇവിടെ ഇങ്ങനെ നടക്കുമ്പോൾ നമ്മുടെ ബിലോങ്ങിങ്സ്, നമ്മുടെ സാധനമൊക്കെ സൂക്ഷിക്കണം, തെഫ്റ്റ് ഉണ്ടാകാനുള്ള, മോഷണങ്ങളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യത ഉണ്ടെന്ന് പറഞ്ഞിരുന്നു. ഇങ്ങനെ ഇവിടുത്തെ വണ്ടികളെ ലെഫ്റ്റ് സൈഡ് ഡ്രൈവ് ആണ് കേട്ടോ. ഇവിടുത്തെ പബ്ലിക് ട്രാൻസ്പോർട്ട് ബസ്സാണ് കേട്ടോ. ഹായ് ഫ്രണ്ട്സ്, ഇത് അസർബൈജാന്റെ ക്യാപിറ്റലായ ബാക്കുവിലുള്ള അപ്ലാൻഡ് പാർക്ക് എന്ന ഇതിന് പറയുന്നത്. ഹൈറ്റ് ഉണ്ട്. അപ്പൊ നമ്മൾ ഈ കാണുന്ന ടവർ എന്ന് വെച്ചാൽ ഇതിന്റെ പേര് ഫ്ലെയിം ടവർ എന്നാട്ടോ പേര്. ഇത് കണ്ടോ, ഇപ്പൊ അത് 2 ടവർ 3 ടവർ ഉണ്ട്. ഇപ്പൊ 2 ടവറെ കാണാൻ പറ്റുന്നുള്ളൂ. നടക്കുമ്പോ ഒന്നുകൂടി കാണാം. ഇത് കണ്ടോ, ഈ ഹൈറ്റിന്, ഇതിന് ഈ ഏറ്റവും ഹൈറ്റുള്ള ടവറിന് 597 ഫീറ്റാണ് ഹൈറ്റ്. അതായത് ഒരു 60 നില കെട്ടിടത്തിന്റെ ഹൈറ്റ് ആണുള്ളത്. ഇത് ഫ്ലെയിമിന്റെ ഷേപ്പാണ് കേട്ടോ, തീജാലയുടെ ഷേപ്പാണ്. ഫ്രണ്ട്സ്, ഈ കാണാണ് കാസ്പിയൻ സീ കേട്ടോ. നമ്മൾ ചെറിയ ക്ലാസ്സിലൊക്കെ പഠിച്ചിട്ടുണ്ട് ഈ കാസ്പിയൻ കടലിനെ കുറിച്ച്. അതായത് അസർബൈജാന്റെ ഒരു ബോർഡറാണ് കാസ്പിയൻ സീ എന്ന് പറയുന്നത്. ഒരു ഭാഗത്തുള്ള ബോർഡറാണ്. ഇവിടെ നിന്നാണ് ഇവർക്ക് ക്രൂഡ് ഓയിൽ നിക്ഷേപം, ഇവർ എണ്ണ കുഴിച്ചെടുക്കുന്നത്. ഇവരുടെ പ്രോജക്റ്റ്, അതായത് അസർബൈജാന്റെ ആ പ്രോജക്റ്റിന്റെ പേര് ACG എന്നാണ്. അസേരി ചിരാഗ് ഗുണേഷി എന്നാണ് ആ പ്രോജക്റ്റിന്റെ പേര്. ഈ സീ എന്ന് പറഞ്ഞാല് അസർബൈജാൻ മാത്രമല്ല ഇതിനെ ബോർഡർ ചെയ്യുന്ന റഷ്യ, പിന്നെ കസാക്കിസ്ഥാൻ, റഷ്യ, ഇറാന്, തുർക്കിമെനിസ്ഥാൻ, ഇതൊക്കെ ബോർഡർ ചെയ്യുന്നുണ്ട്. അപ്പൊ ഇവരൊക്കെ ഇതുപോലെ തന്നെ ഇവർക്കൊക്കെ ക്രൂഡ് ഓയിൽ ഇതിൽ നിന്ന് ഇവര് ക്രൂഡ് ഓയിലിന്റെ റിസർവ് ഉണ്ട് കേട്ടോ. അവരുടേതായ രാജ്യത്തിന്റെ ബോർഡറിൽ നിന്ന് അവരും ഈ ക്രൂഡ് ഓയിൽ എടുക്കുന്നുണ്ട് കേട്ടോ. ഈ അസർബൈജാന്റെ 90% രാജ്യത്തിന്റെ ഇൻകം എന്ന് പറയുന്ന ക്രൂഡ് ഓയിലാണ്.
ഇത് ഈ കടലിൽ കിടക്കുന്ന ഇത് ഒരു മാളാണ് കേട്ടോ. ഇതൊരു വലിയൊരു മാളാണിത്. കാസ്പിയൻ കടലിന്റെ വേറെ ആംഗിളിൽ നിന്നുള്ള വ്യൂ ആണ് കേട്ടോ. അപ്പൊ ഇവിടുന്ന് നല്ലൊരു വ്യൂ കിട്ടുന്നുണ്ട് കേട്ടോ. ബാക്കുവില് ഈ ഹോട്ടലിലാട്ടോ സ്റ്റേ ചെയ്തത്. അസർബൈജാനിലെ ഒരു പ്രശസ്തമായ മാളാണ് കേട്ടോ. വലിയ മാളാണ്, ഷോപ്പിംഗ് മാളാണ്. ക്രസന്റ് മാൾ എന്നാണ് ഇതിന്റെ പേര് കേട്ടോ. നമ്മൾ ഇതിന്റെ ബാക്കിലാണ് കണ്ടോ, ഇതിന്റെ ഫ്ലെയിം ടവർ ഒക്കെ ഉള്ള ഇവിടെ. ഈ ഒരു കോംപ്ലക്സ് ഭയങ്കര ഭംഗിയാട്ടോ, ബിൽഡിങ്സും എല്ലാം. ഈ മാളിലെല്ലാം ഭയങ്കര എക്സ്പെൻസീവ് ആട്ടോ, നമുക്ക് വാങ്ങൽ മുതലാവില്ല. നമ്മൾ ഇന്ത്യയെക്കാളും ഭയങ്കര ഷോപ്പിംഗ് നമുക്ക് മുതലാവില്ല കേട്ടോ. ഭയങ്കര ഇന്ത്യയായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ പ്രൈസ് ഒക്കെ ഭയങ്കര ഹൈ ആണ്. ഈ അസർബൈജാന്റെ കറൻസി എന്ന് പറഞ്ഞാൽ അസർബൈജാനി മാനറ്റ് എന്നാട്ടോ. അതായത് ഇന്ത്യയായിട്ട് കമ്പയർ ചെയ്യുമ്പം 52, ഇന്നത്തെ എക്സ്ചേഞ്ച് റേറ്റ് എടുക്കുകയാണെങ്കിൽ 52. അതായത് 52 നമ്മുടെ കറൻസി കൊടുത്താലും ഒരു അസർബൈജാനി മാനറ്റ് കിട്ടുള്ളൂ കേട്ടോ. അപ്പൊ അതായത് അവരുടെ കറൻസി ഭയങ്കര സ്ട്രെങ്ത് ആണ് കേട്ടോ. ഈ കറൻസിയുടെ സ്ട്രെങ്ത് ഡിറ്റർമിൻ ചെയ്യുന്ന പല ഫാക്ടേഴ്സ് ആണ്. അതായത് ഇൻഫ്ലേഷൻ, നാണയപ്പെരുപ്പം, ഇൻട്രസ്റ്റ്, രാജ്യത്തെ ഇൻട്രസ്റ്റ് റേറ്റ്, എക്സ്പോർട്ട് ഇമ്പോർട്ടിന്റെ സ്റ്റെബിലിറ്റി, ഇന്റർനാഷണൽ ട്രേഡിങ്ങിലുള്ള സ്റ്റെബിലിറ്റി, ഇങ്ങനെ പല ഫാക്ടേഴ്സ് ആണ്. മറ്റൊരു ഇവർക്ക് ക്രൂഡ് ഓയിലിന്റെ നിക്ഷേപം ഉണ്ടല്ലോ, അത് ഇവര് നമ്മുടെ ഇന്ത്യയിലോട്ട് ഇത് എക്സ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇവര് ക്രൂഡ് ഓയില് നമ്മളെ ഇന്ത്യക്കാർ വാങ്ങുന്നുണ്ട് കേട്ടോ. അപ്പൊ അതൊക്കെയായിരിക്കും ഇവരുടെ കറൻസി ഇത്ര സ്ട്രെങ്ത് ആവാനുള്ള കാരണങ്ങള്. ഈ അസർബൈജാന്റെ ഏരിയ എന്ന് പറഞ്ഞാൽ 86,600 കിലോമീറ്റർ സ്ക്വയർ ഉള്ളൂ കേട്ടോ. അതായത് വളരെ ചെറുതാണ്. നമ്മുടെ കേരളത്തിന്റെ ഒരു ഇരട്ടി. അതായത് നമ്മുടെ കൊച്ചു കേരളം പിന്നെ ഒരു കേരളം കൂടി വെച്ചാൽ 2 കേരളം ഒരു ജില്ലയും, കേരളത്തിന്റെ ജില്ലയും കൂടി വെച്ചാൽ എത്ര ഏരിയ ഉണ്ടാവും അത്രയേ ഉള്ളൂ അസർബൈജാന്റെ ഏരിയ. മാത്രമല്ല ഇവിടുത്തെ പോപ്പുലേഷൻ എന്ന് പറഞ്ഞാൽ 1 കോടിയാണ്. നമ്മുടെ കേരളത്തിലെ പോപ്പുലേഷൻ 3.5 കോടിയാണ്. അപ്പം അത്രയേ ഉള്ളൂ. കേരളത്തിലും വളരെ 1/3 പോപ്പുലേഷൻ ഉള്ളൂ. മാത്രമല്ല അറിയാലോ, ഏരിയയും കുറവുള്ളൂ. ഏരിയ കുറച്ചുകൂടി കൂടുതലുണ്ടെന്ന് മാത്രം. പക്ഷെ ഇൻകം കൂടുതലാണ്. ബിക്കോസ് ഇവിടെ ക്രൂഡ് ഓയിലിന്റെ റിസർവ് ഉണ്ട് കേട്ടോ. അതായത് രാജ്യത്തിന്റെ 90% എക്കോണമി എന്ന് പറയുന്ന ക്രൂഡ് ഓയിലിൽ കൂടിയാണ്. നമ്മൾ ഈയിടെ നിങ്ങളൊക്കെ ന്യൂസ് കേൾക്കുന്ന ആൾക്കാർക്ക് അറിയായിരിക്കും, ഒരു ഇഷ്യൂ ഉണ്ടായിരുന്നു. അസർബൈജാന്റെ കാര്യം നമ്മുടെ ന്യൂസിൽ ഈയിടെ വന്നു. അതൊക്കെ ശ്രദ്ധിക്കാത്തവർക്ക് വേണ്ടി ഞാൻ പറയാണ്. അതായത് നമുക്കറിയാലോ, ഈയിടെ നമ്മുടെ കാശ്മീരിലെ പഹൽഗാമിൽ വെച്ചിട്ട് പാകിസ്ഥാനി ടെററിസ്റ്റുകള് നമ്മുടെ കുറെ ടൂറിസ്റ്റുകളെ ആക്രമിച്ചു, കുതിരപ്പുറത്ത് വന്ന് ഷൂട്ട് ചെയ്ത് കൊന്നു എന്നുള്ള കാര്യം അറിയാം. അപ്പൊ അതിന് ബദലായിട്ട് നമ്മുടെ മോദിജി, അമിത്ഷായൊക്കെ കൂടി ഒരു ഓപ്പറേഷൻ സിന്ദൂർ എന്ന് പറഞ്ഞ ഒരു പദ്ധതി പ്ലാൻ ചെയ്ത് നടപ്പിലാക്കി കുറച്ചു പേരെയൊക്കെ അവരെയൊക്കെ വധിച്ചു എന്നാണ് പറയുന്നത്. അപ്പൊ ഈ ഓപ്പറേഷൻ സിന്ദൂറിന് എതിരായിട്ട് നമ്മൾ നടപ്പാക്കിയ എതിരായിട്ട് പാകിസ്ഥാനെ സപ്പോർട്ട് ചെയ്ത രാജ്യമാണ് അസർബൈജാൻ എന്നുള്ള രാജ്യം കേട്ടോ. അപ്പൊ അതിനെ തുടർന്ന് ഇന്ത്യയിലുള്ള ഒത്തിരി പേര് പറഞ്ഞു, ആരും അസർബൈജാനിലോട്ട് ഇനി ടൂറ് പോരുന്നൊക്കെ പറഞ്ഞ് കുറെ ഇഷ്യൂസ് ഉണ്ടായി. അസർബൈജാന്റെ ബോർഡർ കൺട്രി ആട്ടോ അർമേനിയ. അപ്പൊ അർമേനിയ നമുക്കറിയാം, ബോർഡർ കൺട്രീസ് അർമേനിയ മാത്രമല്ല, ജോർജിയ, അർമേനിയ, റഷ്യ, ഇറാന്, പിന്നെ കാസ്പിയൻ സീ. അപ്പൊ അതുകൊണ്ട് ഈ അർമേനിയ അസർബൈജാനും തമ്മിൽ എപ്പോഴും തർക്കവും വഴക്കവും ഉണ്ട്. അർമേനിയക്കാര് അസർബൈജാനിലെ കുറെ പേരെ വധിച്ചിട്ടുണ്ട്. അപ്പൊ ഈ ഇഷ്യൂല് പാകിസ്ഥാന് ഈ അസർബൈജാനെ സപ്പോർട്ട് ചെയ്യുന്ന രാജ്യമാണ്. അപ്പൊ അത് പാകിസ്ഥാനുള്ള ഒരു കടപ്പാടും കൂടിയാണ്, നന്ദി രേഖപ്പെടുത്തലും കൂടിയാണ് എന്നാണ് പറയുന്നത്. അസർബൈജാൻ ഈ പാകിസ്ഥാനെ ഇപ്പൊ ഈ ഓപ്പറേഷൻ സിന്ദൂർ വന്നപ്പോ സപ്പോർട്ട് ചെയ്തെന്നാണ് പറയുന്നത്. നമ്മളിപ്പോ ഫ്ലെയിം ടവർ കേട്ടോ, ഫ്ലെയിം ടവർ കണ്ടോ, വളരെ ക്ലോസ് ആയിട്ട് കാണാം. ഫസ്റ്റ് വേൾഡ് വാറിലെ അസർബൈജാനില് രക്തസാക്ഷികളായി മരിച്ചവരുടെ ഒരു മോണുമെന്റ്സും അവരുടെ ഫോട്ടോസും ഒക്കെയാണ് കേട്ടോ.
കടലിൽ നിന്ന് മാത്രമല്ല ഇവിടെ ലാൻഡിൽ നിന്നും ഓയിൽ എടുക്കുന്നുണ്ട് കേട്ടോ. ഫ്രണ്ട്സ്, ഈ ഏരിയ ആണ് ഓൾഡ് ബാക്കു. അതായത് ബാക്കുവിലെ പഴയ എന്താ ആർക്കിടെക്ചറിലെ ബിൽഡിംഗ് സ്ട്രക്ചറുകളൊക്കെ കാണാം കേട്ടോ. പഴയ ഓൾഡ് ബാക്കുലുള്ള ശ്രീവാൻഷാസ് കോംപ്ലക്സ് ആണ്. അതായത് ഇവിടെ ഒരു പാലസ് ഉണ്ട്, ശ്രീവാൻഷാസു പാലസ്. അതിന്റെ പാട്ടായ ബിൽഡിങ്സ് ആട്ടോ ഇതെല്ലാം. കൊട്ടാരത്തിലെ പീരങ്കിയാണ് കേട്ടോ. നമ്മൾ ഈ ഓൾഡ് ബാക്കുവിലോട്ട് നടന്നുകൊണ്ടിരിക്കുക കേട്ടോ. അപ്പൊ ഇവിടെ ഒരു സ്വീറ്റ് ഷോപ്പിൽ നല്ല സുന്ദരി പെണ്ണുങ്ങളുണ്ട്. ക്ലൈമറ്റ് നല്ലതാണ്. ഇവരുടെ എന്ത് നീറ്റാന്നറിയോ, ഇങ്ങനെ ഒരേ ആർക്കിടെക്ചർ. ശരിക്കും ആ യൂറോപ്യൻ സ്റ്റൈലാട്ടോ ഇത്. ആക്ച്വലി ഇത് കുറെ ഭാഗം ഇത് യൂറോപ്പിൽ കിടക്കുന്നതും കുറച്ച് ഭാഗം ഏഷ്യ കിടക്കുന്ന ഒരു രാജ്യമാണല്ലോ. അപ്പൊ അത് അത്രയല്ല ഇവിടുത്തെ ഫുഡ്. ശരിക്കും ഇവിടുത്തെ സംസ്കാരം എന്ന് പറയുന്ന തുർക്കിയിലെ സംസ്കാരം കേട്ടോ. ഇത് USSRലാണെങ്കിലും തുർക്കി രാജ്യത്തിന്റെ സംസ്കാരമാണ് ഇവിടെ ഉള്ളത്. ഇവരുടെ അസർബൈജാനി ഭാഷയുടെ തുർക്കിയായിട്ട് സാമ്യമുള്ള ഒരു ലാംഗ്വേജ് ആണ് ഇവിടെ ഒരു ഓൾഡ് ബാക്കുവിലുള്ളത് കേട്ടോ. പുരാതനമായ ബാക്കുവിന്റെ സ്ട്രക്ചറിൽപ്പെട്ട ഒരു പുരാതന ബിൽഡിംഗ് ടവറാണിത്. ഇത് ഇവിടുത്തെ അസർബൈജാന്റെ ഒരു ഐക്കോണിക് സിമ്പിൾ ആയിട്ടാണ് ഇത് കണക്കാക്കുന്നത് കേട്ടോ. ഇവിടെ വേൾഡ് ഹെറിറ്റേജ് സൈറ്റിൽ ഇത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ചില ആനിമൽസിന്റെ അന്നത്തെ കാലത്തുള്ള ആനിമൽസിന്റെ അത് മധ്യ കാലഘട്ടത്തിലെ ഒരു എന്താ പറയാ ഈ ശിലകളിലുള്ള ചില വർക്കുകളുടെ ഒരു അവശേഷിപ്പുകളാണ് ഇതെല്ലാം. അസർബൈജാനിലെ ഈ ബാക്കുവിൽ ഏറ്റവും ഹൈറ്റ് ഉള്ള ഒരു സ്റ്റാച്ചു കേട്ടോ. ഇദ്ദേഹത്തിന്റെ പേരാണ് നിസാമി ഗച്ചാവി എന്നാണ് കേട്ടോ. അദ്ദേഹം ഒരു പ്രശസ്തനായ കവിയാണ് കേട്ടോ. ഇവിടുത്തെ കവിയായിരുന്നു. വളരെ വർഷങ്ങൾക്ക് മുമ്പ് ജീവിച്ചിരുന്നതാണ്. 1209 മരിച്ചു. 11-12 സെഞ്ചുറിയിലായിരുന്നു അദ്ദേഹം ജീവിച്ചിരുന്നത്. ുള്ള ഹൈദർ അലീവ് മ്യൂസിയം ഉണ്ടോ. ആ മ്യൂസിയത്തിന്റെ ബിൽഡിങ്ങിന്റെ ഷേപ്പാണ് ഈ കാണുന്നത്. ഇത് കണ്ടോ, 3 സാരി പോലത്തെ ഉള്ള തുണികൾ ഇങ്ങനെ പൊങ്ങിക്കൊണ്ടിരിക്കുക കേട്ടോ. അപ്പം നമ്മൾ സാധാരണ കണ്ടു കഴിഞ്ഞാൽ എന്താ അതിന്റെ ടെക്നോളജി മനസ്സിലാവില്ല. പെട്ടെന്ന് ആരും അറിയാത്ത സ്ഥലത്താണ് ഇത് ഗോസ്റ്റിന്റെ ഒരു ഇതാണ്, ആക്ടിവിറ്റി ആണോ എന്നൊക്കെ, പാരാനോർമൽ ആക്ടിവിറ്റി ആണോ എന്നൊക്കെ പേടിച്ചു. മനസ്സിനെ ചോദിച്ചപ്പോഴാണ് ആ താഴെ പ്ലാറ്റ്ഫോമിന്റെ അടിയിൽ ഫാനാണ്. അപ്പൊ അതിന്റെ ഫോഴ്സിലാണ് ഈ തുണികൾ ഇങ്ങനെ പൊങ്ങിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ. ഈ ഹൈദർ അലീബ് എന്ന് പറഞ്ഞ അദ്ദേഹം ഇവിടുത്തെ സമുന്നതനായ ഒരു നേതാവാട്ടോ. അതുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ പേരിലും ഇത്ര എയർപോർട്ടിന്, അതായത് ഇവിടുത്തെ ബാക്കുവിലുള്ള ഏറ്റവും വലിയ എയർപോർട്ടിന്റെ പേര് ഹൈദർ അലീബ് എയർപോർട്ട് എന്നാണ്. ഈ മ്യൂസിയത്തിന്റെ പേരും അദ്ദേഹത്തിന്റെ പേരാണ്. അതെന്തുകൊണ്ടെന്ന് വെച്ചാൽ അദ്ദേഹം സോവിയറ്റ് യൂണിയൻ ഉണ്ടായിരുന്നപ്പം ഈ രാജ്യത്തിന്റെ സോവിയറ്റ് യൂണിയന്റെ റെപ്രസെന്റ് ചെയ്യുന്ന ലീഡർ ആയിരുന്നു. മാത്രമല്ല അദ്ദേഹം ഇവിടുത്തെ 3ാമത്തെ പ്രസിഡന്റ് ആയിരുന്നു. മാത്രമല്ല അദ്ദേഹത്തിന്റെ കാലത്താട്ടോ ഭയങ്കര ഇവിടെ മോഡേൺ ഡെവലപ്മെന്റ് ഒത്തിരി വന്നിട്ടുണ്ട് അസർബൈജാനിൽ. അതൊക്കെ കൊണ്ടാണ് അദ്ദേഹത്തിന് ഇത്ര പ്രാധാന്യം. ഹൈദർ അലീവില്ലേ, അദ്ദേഹത്തിന്റെ ഒരു ഫോട്ടോ ആണ് കേട്ടോ. ഡിസ്ക്രിപ്ഷൻ ഉണ്ട് കേട്ടോ ഇവിടെ. പാക്കാർഡ് 645 ഡ്യുവൽ കോൾ പാറ്റേൺ 1929 വണ്ടിയാണ് കേട്ടോ ഇത്. 8 സിലിണ്ടർ ഉണ്ടെന്നൊക്കെ എന്റെ ഡിസ്ക്രിപ്ഷൻ എഴുതി വെച്ചിട്ടുണ്ട്. ഒക്കെ പോർഷയുടെ ആണിത്. ഇത് BMW ഒരു മോഡലാണ്. പഴയ നമ്മുടെ അംബാസിഡറിന്റെ ഒരു ലുക്ക് പോലെ തോന്നും അല്ലേ, പക്ഷെ ഇത് ബെൻസ് ആണ് കേട്ടോ. ഇത് ബെൻസ് ആണ്. ബെൻസിന്റെ ഒരു മോഡൽ വണ്ടിയാണ്.
ഇതൊക്കെ പഴയ ഒരു മോഡലുകളാട്ടോ. പണ്ടൊക്കെ ഇവരുടെ രാജഭരണകാലത്തും ഒക്കെ ഉപയോഗിച്ചിരുന്ന പല മോഡലുകളുണ്ട് കേട്ടോ. ഇതിൽ എല്ലാത്തിനും ഡിസ്ക്രിപ്ഷൻ എഴുതി വെച്ചിട്ടുണ്ട്. ഫോർഡ് മോഡലാണ്, ഫോർഡ് മോഡൽ എ എന്നാണ് കേട്ടോ ഇതിൽ എഴുതി വെച്ചിരിക്കുന്നത്. 1930 പ്രൊഡക്ഷൻ, 1930-ലാണ്. നല്ല ഭംഗിയുണ്ട് കേട്ടോ ഇത് കാണാനായിട്ട്.